ഷാർജയിൽ വെച്ചിട്ടുള്ള ഒരു അപകടത്തിലാണ് മരിച്ചത്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ഒരിക്കൽ ഒരു ദിവസം ഒരു മനുഷ്യൻ ഒരു സൂഫി ഗുരുവിന്റെ അടുത്ത് വന്ന് ഒരു പരാതി പറഞ്ഞു. ലൈഫിൽ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്ന ഒരാളായിരുന്നു. ലൈഫിൽ മക്കൾക്ക് നല്ല ജോലിയില്ല, ഇയാളുടെ ജോലി നഷ്ടപ്പെട്ടു, കുടുംബമാകെ പട്ടിണിയിലാണ്, എന്നും അസുഖങ്ങളും, ഒരു കുട്ടിക്ക് മാനസിക രോഗം, ഇങ്ങനെ പടച്ചോൻ അയാൾക്ക് കൊടുക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ. ഇതിൽ നിന്നൊക്കെ മോചിതരാവാൻ അയാൾ ഒരു യൂട്യൂബിൽ ഒരു പ്രസംഗം കേട്ടു. ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു, ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇന്ന ഗുണങ്ങളുണ്ട്, ഈ ദിക്ർ ചൊല്ലിയാൽ ഒരിക്കലും കടമുണ്ടാവില്ല, ഇന്ന ദിക്ർ ചൊല്ലിയാൽ ലൈഫിൽ എപ്പോഴും സന്തോഷം ഉണ്ടാവും, സൗഭാഗ്യങ്ങളുണ്ടാവും. ഇങ്ങനെ കുറെ ദിക്റുകളെ കുറിച്ചുള്ള യൂട്യൂബിലെ പ്രസംഗങ്ങള്, അതേപോലെ കുറെ എഴുത്തുകളൊക്കെ കണ്ടിട്ട് ആ ഒരു ആത്മീയ വഴിയൊക്കെ സ്വീകരിച്ചിട്ടും തൻ്റെ ലൈഫിൽ ഒരു മാറ്റവുമില്ല. എന്നും പ്രശ്നങ്ങൾ തന്നെയാണ്, എന്നും പടച്ചോന്റെ പരീക്ഷണങ്ങളാണ്. കടം വിട്ടൊഴിയുന്നൊരു നേരമില്ല, കടം മാറുന്നില്ല. അങ്ങനെയാണ് ഇയാൾ സൂഫി ഗുരുവിന്റെ അടുത്തെത്തിയിട്ട് പരാതി പറയുന്നത്. ഞാൻ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുന്നുണ്ട്, ദിക്റുകൾ ചെല്ലുന്നുണ്ട്, എന്തൊക്കെയാണോ ആത്മീയമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന മാർഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്താണ് പടച്ചോൻ എനിക്ക് ഈ സൗഭാഗ്യങ്ങൾ നൽകാത്തത്? എനിക്ക് എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അപ്പൊ ഞാൻ ചൊല്ലുന്നത് ശരിയല്ലേ? ഇതായിരുന്നു ഈ ആത്മാന്വേഷകന്റെ സംശയം. സൂഫി ഗുരു ഒരു മന്ദഹാസത്തോടെ മറുപടി പറഞ്ഞു, എന്താണ് ശരിക്കും സ്പിരിച്വാലിറ്റി, ആത്മീയത? നമ്മളൊക്കെ ശരിക്കും ആത്മീയത എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ഒരു ധാരണ, നമ്മുടെ ലൈഫിൽ രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. അതായത് നമുക്ക് നല്ലതും നമുക്ക് ചീത്തതുമായി തോന്നുന്ന കാര്യങ്ങൾ. നമ്മുടെ ലൈഫിൽ നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രം ഉണ്ടാക്കി തരുന്ന ഒരു സംവിധാനത്തിന്റെ പേരല്ല സ്പിരിച്വാലിറ്റി അഥവാ ആത്മീയത എന്ന് പറയുന്നത്. നമുക്കതിനെ സൂഫി മാർഗമെന്നോ ത്വരീഖത്ത് മാർഗമെന്നോ ആത്മീയ മാർഗമെന്നോ അള്ളാഹുവിലേക്ക് അടുക്കുന്ന മാർഗമെന്നോ ഒക്കെ പല പല പേരിട്ട് വിളിക്കാം. അപ്പൊ ഈ ആത്മീയതയിലേക്ക് നമ്മൾ കടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള സാഹചര്യങ്ങൾ മാത്രം ലൈഫിൽ ഉണ്ടാവുക, അങ്ങനെയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ആളുകളുടെയും ധാരണ, ഈ സ്വലാത്ത് എല്ലിയാൽ പിന്നെ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് എന്ത് പ്രയാസങ്ങളൊക്കെ വരില്ല, എനിക്ക് പടച്ചോന്റെ കാവലുണ്ടാവും, ഒരു എന്താ പറയാ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് കിട്ടും, ഈ ദിക്ർ ചെല്ലിയാൽ പിന്നെ എന്റെ കടങ്ങളൊന്നും വരില്ല എന്നൊക്കെയാണ്. സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഈ ആത്മീയതയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ആത്മീയതയിലേക്ക് കടക്കുന്ന ആളുകളുടെ ഒരു ഐഡന്റിറ്റി, ഒരു ടാഗ് ലൈൻ ആണ് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അവർക്കെതിരെ ഇനി ഒരു ഭയവുമില്ല, അവർക്ക് ദുഃഖവുമില്ല. മനസ്സിങ്ങനെ സ്ഥിരപ്രതിഷ്ഠയാകുന്ന ഒരു അവസ്ഥയിൽ, ഒരു ബോധ തലത്തിലേക്ക് എത്തുക. ഇതാണ് ശരിക്ക് ആത്മീയത എന്ന് പറയുന്ന ഒരു ഭാഗം വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ സാഹചര്യങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. എത്ര നല്ലവനായാലും എത്തിസ്റ്റ് ആയാലും ദൈവവിശ്വാസി ആയാലും ഇനി ഒന്നുമില്ലാത്ത തെണ്ടി ആയാലും തെമ്മാടി ആയാലും ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരേപോലൊക്കെ തന്നെ കിട്ടുക, വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏത് സാഹചര്യം വരുമ്പോഴും നമ്മുടെ മനസ്സ് ആ അനുഭവത്തെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രാപ്തമാകുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാവുക. ഇതാണ് ആത്മീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആത്മീയതയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു പരിശീലനം. നമുക്കൊരു പ്രയാസം വരുമ്പോൾ ക്ഷമയോടുകൂടി ഉൾക്കൊള്ളുക, സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുക. നമുക്കൊരു സന്തോഷം വരുമ്പോൾ നന്ദി പറയാം. വിശുദ്ധ ഖുർആനിൽ പറയുന്ന വിശുദ്ധ ഖുർആനിലല്ല, ഹദീസിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഒരു വിശ്വാസിയുടെ കാര്യത്തിൽ ഞാൻ വളരെ അത്ഭുതപ്പെടുന്നു. സന്തോഷം വരുമ്പോൾ അവൻ മതിമറക്കാതെ അള്ളാഹുവിൽ നന്ദി പറയുന്നു. പ്രയാസങ്ങൾ വരുമ്പോൾ അതിലാകെ മനസ്സ് ഇടറാതെ അവനെ ക്ഷമയോടുകൂടി ഉൾക്കൊള്ളുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസി ആത്മീയതയിലേക്ക് വരുമ്പോഴോ എല്ലാ കാര്യത്തിലും സംതൃപ്തി. ഈ സംതൃപ്തി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ഈ മനസ്സ് ആത്മീയത, ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ അവൻ ഇതിനെയൊക്കെ തള്ളി പറയും. സലാത്ത് കൊണ്ട് ഗുണമില്ല, ദിക്ർ കൊണ്ട് ഗുണമില്ല, അല്ലെങ്കിൽ ഞാൻ കുറെ ഖുർആൻ ഓതി, ഞാൻ ഇന്ന സൂറത്ത്, ഞാൻ ജിന്ന് സൂറത്ത് ഓതി, ഞാൻ മുൽക്ക് സൂറത്ത് ഓതി, അൽ ബഖറ ഓതി, എന്നിട്ട് എന്താണ് എനിക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ ഞാൻ ഇന്ന ദിക്ർ ബാങ്കിന് ശേഷം ചെല്ലിയാൽ പിന്നെ ഞാൻ അടുത്ത ബാങ്ക് വരെ മരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മരിച്ചല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാന്ദർഭികമായിട്ട് വരുന്ന ഏത് സാഹചര്യങ്ങളാണെങ്കിലും ആ സാഹചര്യങ്ങളൊന്നും മനസ്സ് പതറാതെ സംതൃപ്തിയോടുകൂടി ഉൾക്കൊള്ളാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്ന പരിശീലനങ്ങളാണ് ഈ സ്വലാത്തുകളും ദിക്റുകളൊക്കെ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന പ്രക്രിയയുടെ പേരാണ് സ്പിരിച്വാലിറ്റി. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ഹജ്ജിന് പോവാ വിചാരിച്ചോ. ഹജ്ജിന് പോകുന്ന എല്ലാ ആളുകൾക്കും അറിയാം, അവിടെ ഭയങ്കര തിരക്കാണ്. 33 ലക്ഷം ആളുകളടക്കം വരുന്ന ഒരു പരിപാടിയിൽ തവാഫും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ, നമ്മളൊരു കല്യാണത്തിന് പോയാലും 4 ആൾ കൂടി കഴിയുമ്പോൾ ടെൻഷനുള്ള ആളുകളുണ്ട്. ആ ടെൻഷനുള്ള ആളുകളാണെങ്കിലും ഇവൻ അവിടെ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഇവൻക്കതൊരു പ്രശ്നീയമല്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവിടെ നമ്മുടെ ആത്മീയമായ തലം വർക്ക് ചെയ്യണം, നമ്മളത് ഉൾക്കൊള്ളാൻ വേണ്ടി പോവാണ്.
അവിടുത്തെ തിരക്കും കാര്യങ്ങളും പ്രയാസങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടി പോകുന്ന ഒരു ആത്മീയ അനുഭൂതി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ ഹജ്ജ് സീസണിൽ ഇത്രയും വലിയ തിരക്കുണ്ടാകുമ്പോഴും അതിനെ അനുഭൂതിയോടുകൂടി കാണാൻ കഴിയും. ഈ ആത്മീയ അനുഭവം ഇല്ലാത്ത ഒരാളാണ് ഈ പോകുന്നെങ്കിലോ എന്ത് തിരക്കാണ്, എങ്ങനെയാ മനുഷ്യന്മാരവിടെ നടക്കുന്നത്, ഈ തോന്നലാണ്. ഒരു 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 ലളിതമായ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു ഓഫ് റോഡ് യാത്ര പോവാം. ഓഫ് റോഡ് യാത്ര എന്ന് പറഞ്ഞാൽ എന്താ, കുണ്ടും കുഴിയും നിറഞ്ഞ റോഡൊന്നും ഇല്ലാത്ത ആകെ കിടന്ന ആകെ കടകൂട പാറക്കെട്ടകളൊക്കെ ഉള്ള ജീപ്പ് കൂടെ ഒരു ജീപ്പിൽ ഇങ്ങനെ യാത്ര പോവാണ്. ആ യാത്ര നമുക്കറിയാലോ, ഈ ജീപ്പ് പോകുന്നത് ഒരു നല്ല ഹൈവേയിലൂടെ അല്ല, കുണ്ടും കുഴിയും ഇതൊക്കെ അങ്ങനെ ചെരിഞ്ഞ് വിപ്പോ വീടോ എന്നൊക്കെ അതിലെ പോവാ. ആ പോകണം, നമ്മൾ ആ യാത്ര ആസ്വദിക്കും. എന്തുകൊണ്ടാ, നമ്മൾ അതിനു വേണ്ടിയാണ് അതിൽ പോകുന്നത്, അത് ആസ്വദിക്കാനാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എന്നൊരു ഒരു ജീപ്പിൽ ഇരിക്കുകയാണ്. ആ ജീപ്പാണ് നമ്മുടെ ശരീരം, നമ്മൾ ആ ജീപ്പിലാണ് നമ്മുടെ ഓഫ് റോഡ് യാത്ര. നമ്മളാകുന്ന ആളോ നമ്മുടെ ബോധം, നമ്മുടെ ബോധം, നമ്മുടെ ഇമോഷൻസ് ആണ്, നമ്മുടെ മനസ്സാണ് ഡ്രൈവർ. ആ മൂപ്പർക്കറിയാം ഇത് ഇങ്ങനെയാണ് പോവുള്ളൂ, ഇത് ആസ്വദിക്കാൻ റെഡി ആയിട്ട് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ ആ ഓഫ് റോഡ് യാത്ര നമ്മൾ മനോഹരമായിട്ട് ആസ്വദിക്കും. ഇനി ഓഫ് റോഡ് യാത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ് ആ വണ്ടി നിൽക്കണമെങ്കിലോ ഓരോ കുലുങ്ങൽ വരുമ്പോൾ റബ്ബേക്ക് വയ്യാ പേടിയാവോട് ഞാൻ അപ്പൊ വീഴും എന്ന് പറഞ്ഞ് അസ്വസ്ഥനാവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ലൈഫിൽ എന്ത് സാഹചര്യങ്ങൾ വന്നാലും അതിനെ സംതൃപ്തിയോടുകൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു തരത്തിന്റെ പേരാണ് ഈ സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ തസവുഫ്, അല്ലെങ്കിൽ ആത്മീയത എന്നൊക്കെ പറയുന്നത്. നമുക്ക് നൽകുന്ന ഒരു വിധി, നമുക്ക് കിട്ടുന്ന ഒരു വിധി നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും അനുഗ്രഹമാണ്. അത് നല്ലതാണ് ചീത്തതാണ് നമ്മുടെ ഫീലാണ്. നമ്മുടെ ഈ ഭൂലോകത്തെ എല്ലാം രണ്ട് രീതിയിലാണ്, നല്ലത് ചീത്തത്, രാത്രി പകൽ, അതേപോലെ മാനം എന്താ പറയാ അപമാനം, ഇങ്ങനെ എല്ലാത്തിനും രണ്ട് എക്സ്ട്രീം ലെവൽ ഉണ്ടാവും. നമുക്ക് ഏത് കിട്ടിയാലും ഒന്നിന് നമ്മൾ ദുഃഖം വരുമ്പോൾ അമിതമായിട്ട് ദുഃഖിക്കണ്ട, സന്തോഷം വരുമ്പോൾ അമിതമായിട്ട് സന്തോഷിക്കണ്ട. ഇത് രണ്ടിലും മനസ്സ് കുടുങ്ങാതെ നേർവഴിക്ക് നയിക്കാനുള്ള, നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു വാഹനത്തിന്റെ പേരാണ് സ്പിരിച്വാലിറ്റി. അപ്പൊ പിന്നെ ഈ സംശയം പാടവിടെ നിന്നു. ഞാൻ ഒരുപാട് സ്വലാത്ത് ചെല്ലുമ്പോഴും ദിക്റുകൾ ചെല്ലുമ്പോഴും എൻ്റെ മനസ്സിലെ വിഷൻ എന്തായിരിക്കണം, പടച്ച റബ്ബിന്റെ ഇഷ്ടം, അതിലപ്പുറം ദുനിയാവിൽ എനിക്ക് എന്തും തന്നോട്ടെ. അതുകൊണ്ടാണല്ലോ റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ പാടിയത്, എനിക്ക് സ്വർഗോ നരകോ എന്തും തന്നോട്ടെ, ഇന്ന പടച്ചോ എനിക്ക് സ്വർഗത്തിലാണ് ഇഷ്ടം, ഇട്ടോളൂ, നരകത്തിലാണോ എന്നെ കത്തിച്ച് കളഞ്ഞോളൂ, എനിക്കെന്റെ പടച്ച റബ്ബേ നിന്റെ പ്രണയം മാത്രം മതി. ഇതാണ് ഈ ഒരു സ്പിരിച്വാലിറ്റിയിൽ കയറിയുള്ള ഒരു മനസ്സ്. പലപ്പോഴും നമ്മുടെ പല ആളുകളും എന്നെ എങ്ങനെ വിളിച്ച് സംശയം ചോദിക്കലുണ്ട്, ഞാൻ ആ ദിക്ർ ചെല്ലിയാൽ എനിക്ക് ഇങ്ങനെ ഉണ്ടാകും, ഞാൻ ഇത്രയും ദിക്റുകളൊക്കെ ചെല്ലി ഞാൻ ഇങ്ങനെ സ്വലാത്തുകൾ ചെല്ലുന്ന ഒരാളായിരുന്നു. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരുപാട് സ്വലാത്ത് ചെല്ലുന്ന അല്ലെങ്കിൽ പള്ളിയിലുള്ള ബന്ധമുള്ള ആളായിട്ടും അയാൾ ഇങ്ങനെ ചെയ്തു, അയാൾക്ക് ആ ക്ഷമിക്കാൻ കഴിയാതെ ജീവൻ ഒടുക്കി. സംഗതി ഈ പ്രാക്ടീസ് തസവുഫിലേക്ക് എത്തുന്നില്ല. നമ്മൾ ഇതുകൊണ്ട് ഭൗതിക നേട്ടങ്ങളാണ് ആഗ്രഹിക്കുന്നത്, അതിനപ്പുറം ഭൗതിക നേട്ടങ്ങൾ കൊണ്ട് വിൽക്കപ്പെടുന്നൊന്നല്ല. ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ ഭയങ്കര തട്ടിപ്പുണ്ടാവുന്ന മേഖലയാണ്. അത് തൊപ്പിയിട്ട് ഞാൻ തങ്ങളാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊരു ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ പെട്ടിയിലിടൂ, ഈ പെട്ടിയിലിടൂ, നിങ്ങളുടെ കാര്യം ഇപ്പൊ ശരിയാവും. എങ്ങനെ അതുകൊണ്ട് പണം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഇത്തരം ഒരു ക്ലാസ് എടുക്കണം എന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷെ ഒരുപാട് തട്ടിപ്പുകൾ ഇതിന്റെ പേരിൽ നടക്കുന്നത് കൊണ്ടാണ് തസവുഫ് എന്ന സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത, ആ ഒരു ത്വരീഖത്തിന്റെ ഒരു മാർഗം എന്നൊക്കെ നിങ്ങൾ എന്ത് പേരിട്ട് അതിനെ വിളിച്ചാലും പ്രശ്നമില്ല, ആ ഒരു ആത്മീയമായ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാനുള്ള പ്രാക്ടീസാണ്. നമ്മളൊരു ബിസ്മി ചൊല്ലുന്നു, അതേപോലെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, തഹ്ലീൽ ചൊല്ലുന്നു, ആ ഒരു ജപമന്ത്രങ്ങൾ ചൊല്ലുന്നു. അങ്ങനെ മനസ്സൊക്കെ ശുദ്ധീകരിച്ച് നമ്മുടെ മനസ്സിനെ സംസ്കരിച്ചെടുത്ത് എന്തും വന്നോട്ടെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന, സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സിനെ പാകപ്പെടുത്തലാണ് നമ്മുടെ ജീവിതയാത്രയ്ക്ക് വേണ്ടത്. അതാണ് ശരിയായ ആത്മീയത. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ കമന്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോക്ക് നമുക്ക് അതിന്റെ മറുപടി പറയാം. കൂട്ടത്തിൽ നമുക്കൊരു 2 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ 2 ആളുകൾ ഷാർജയിൽ വെച്ചിട്ടുള്ള ഒരു അപകടത്തിലാണ് മരിച്ചത്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് അവരെ കുറിച്ചിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. ഷാർജയിൽ ഒരു വാഹനാപകടത്തിലാണ് അവർ മരണപ്പെട്ടത്. തിരുവനന്തപുരം സ്വദേശികളാണ് അവർ. ഈ പുതുവത്സര ആഘോഷത്തിനായിട്ട് ഫുജൈറയിൽ പോയി മടങ്ങുകയായിരുന്ന ഒരു മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനമാണ് ഇന്നലെ ഷാർജയിൽ അപകടത്തിൽപ്പെട്ടത്. ആ അപകടത്തിൽ ജാസിം അതേപോലെ സനോജ് എന്നു പേരുള്ള 2 ആളുകളാണ് മരണത്തിന് കീഴടങ്ങിയത്. തിരുവനന്തപുരം പേരൂർക്കട, പരപ്പാറ, തോളിക്കോട് ജസ്ന മൻസിൽ ജാസിം, ഒരു 33 വയസ്സുള്ള ജാസിം സുലൈമാൻ എന്നാണ് ഫുള്ള് പേര്, 33 വയസ്സാ പൊന്നുപോൻ കൊള്ളു. അതേപോലെ ആര്യനാട് സനോജ് മൻസിൽ സനോജ് ഷാജഹാൻ, അതാണ് മുഴുവൻ പേര്, 38 വയസ്സ്. ഈ 2 പേരും മരണപ്പെട്ടു. അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കട്ടെ, അവരുടെ മഗ്ഫിറത്ത് അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അപകടത്തിൽ വേറെ 2 പേർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പൊ ഈ ഷാർജ അജ്മാൻ റോഡിൽ അൽദയ്ദിൽ തിങ്കളാഴ്ച ഇന്നലെ രാത്രി ഇവർ സഞ്ചരിച്ചൊരു കാറ് മറ്റൊരു വാഹനവുമായിട്ട് കൂട്ടിയിടിച്ചിട്ടാണ് അപകടം ഉണ്ടായത്. 2 പേരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്.
ഏതായാലും ഈ ജാസിമിൻ്റെ ഭാര്യ ഷിഫിനയാണ്, അതേപോലെ സനോജിൻ്റെ ഭാര്യ സബിന. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് തിരുവനന്തപുരം പേരൂർക്കടയിലുള്ള ഈ ജാസിമിനെയും അതേപോലെ സനോജ് ഷാജഹാനെയും അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. കൂട്ടത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.